കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ 1957 ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം അട്ടപ്പാടി കേരളത്തിലല്ല. കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയൊന്നും തന്നെ അട്ടപ്പാടിക്ക് പാലിക്കേണ്ടതില്ല എന്ന നിലയിലാണ് നമ്മുടെ സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ 1975 ആദിവാസികൾക്ക് അനുകൂലമായി അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്നതിന് നിയമം ഉണ്ടായി. അത് നടപ്പാക്കിയില്ല. 99 ആ നിയമം തന്നെ അട്ടിമറിക്കപ്പെട്ടു. ആ നിയമവും ഇപ്പോൾ അട്ടപ്പാടിയിൽ നടപ്പാക്കിയിട്ടില്ല. അത് നിയമനിർമ്മാണത്തിൻ്റെ കാര്യമാണ്. അതേസമയം 2006 തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൻതോതിൽ വ്യാജരേഖയുണ്ടാക്കി ഭൂമി കൈയെടുക്കുന്ന ഒരു അനുഭവമാണ് അട്ടപ്പാടിക്കുള്ളത്. അത് കുറേശ്ശെയാണ് പുറത്തു വരുന്നത്. വളരെ ഏതെങ്കിലും ഒരു ഇഷ്യൂ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം കാറ്റാടി കമ്പനിയുടെ മുഴുവൻ ഏതാണ്ട് 640 ഏക്കർ ഇപ്പോഴും ഭൂപരിഷ്കരണത്തെ മറികടന്ന് അവർ കൈവശം വെച്ചിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ സംവിധാനം ഇതുവരെ ആ ഭൂമി മിച്ചഭൂമി തിരിച്ചെടുക്കണം, മിച്ചഭൂമിയായി തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. അത് നിൽക്കുമ്പോഴാണ് ഏതാണ്ട് ആനകെട്ടിയിൽ നിന്ന് റോഡ് സൗകര്യമില്ലായിരുന്ന ആദിവാസികൾ മാത്രം താമസിക്കുന്ന മൂലകങ്ങൾ, വെച്ചപ്പതി, വെള്ളകുളം ഊരുകൾ, ആ ഊരിൻ്റെ നമ്മൾ ആ ഊരിനെ കുറിച്ചൊക്കെ ശരിക്കും അറിയുന്നത് AK ബാലൻ എന്ന മന്ത്രി തിരുവോണം ഉണ്ണാൻ വേണ്ടിയിട്ട് മൂലകങ്ങൾ ചെന്നപ്പോഴാണ്. ആദിവാസികൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകി അങ്ങോട്ട് ബസ് സർവീസ് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിമാന പദ്ധതിയായി ബസ് സർവീസിനെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം റോഡ് ഉണ്ടായാൽ ആദിവാസി ഭയപ്പെടുന്നത് ഭൂമി നഷ്ടപ്പെടും എന്നാണ്. അപ്പം മന്ത്രി തങ്ങിയ ഊര് ഇന്ന് ആരുടെയൊക്കെ കയ്യിലാണ് എന്നതാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. അത് എന്നേക്കാൾ കൂടുതൽ അവിടെ ജീവിക്കുന്ന ആളുകളാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഊരുകൾക്കെല്ലാം എങ്ങനെ വ്യാജരേഖയുണ്ടാക്കി എന്ന അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സർക്കാർ നിശബ്ദമായിരിക്കുകയാണ്. കാരണം അവർ ഒരുപാട് പരാതികൾ പോയി. കാരണം ഇപ്പോൾ നവകേരള സദസ്സിൽ വരെ മൂലകങ്ങൾ ഊരിൽ നിന്ന്, വെച്ചപ്പതി ഊരിൽ നിന്ന് ആദിവാസികളുടെ പരാതി കിട്ടി. ഒന്നിലും അന്വേഷണം നടന്നിട്ടില്ല. വ്യാപകമായി ഭൂമി കൈയടക്കുന്നു. മാത്രമല്ല, വനാവകാശ നിയമം അനുസരിച്ച് അതേ വില്ലേജിൽ, ഷോളയൂരിൽ ഏതാണ്ട് 8,000-ലധികം ഏക്കർ ഭൂമി വ്യക്തിഗത സാമൂഹിക വനാവകാശമായി നൽകിയെന്ന് ITDP ഔദ്യോഗികമായി പറയുന്നു. എന്നുവെച്ചാൽ സർക്കാർ സംവിധാനത്തിന്റെ മുന്നിൽ എല്ലാ കടലാസുകളുമുണ്ട്, പക്ഷേ ആദിവാസികൾക്ക് ഭൂമി ലഭിക്കുന്നില്ല. ഏതാണ്ട് 2000-ഓളം പട്ടയങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 3 മന്ത്രിമാർ, ഏതാണ്ട് E ചന്ദ്രശേഖരൻ, KE ഇസ്മയിൽ, ഇപ്പോഴത്തെ മന്ത്രി K രാജൻ, ഇവരെല്ലാം കൂടി 2000-ഓളം പട്ടയങ്ങൾ ആദിവാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതും കടലാസ് പട്ടയമായി നിൽക്കുകയാണ്. ഇതാണ് അട്ടപ്പാടിയിലെ സ്ഥിതി. ഇപ്പൊ ഏറ്റവും അവസാനം നടക്കുന്നത് മൂലകങ്ങൾ, വെള്ളകുളം, വെച്ചപ്പതി ഊരുകൾ താമസിയാതെ ഇല്ലാതാകും, അല്ലെങ്കിൽ ആദിവാസികൾ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നാണ് പുതിയ കയ്യേറ്റം തെളിയിക്കുന്നത്. ആ ഊരുകളിൽ നിന്നെത്തിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരിന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ടു, അവരുടെ പരാതി പറഞ്ഞു. അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ട് വന്നിരിക്കുകയാണ്. അവരതിന്റെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ഇപ്പൊ എന്താ അവിടെ നടക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ അവസ്ഥ എന്താ? ഭൂമി കയ്യേറ്റം ഇത് 60-70 വർഷം ആരും വന്നിട്ടില്ല. யாரும் வந்து இந்த பூமி இந்த காடு നിങ്ങൾ ഇറങ്ങി പോകുന്ന யாரும் ചോദിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് ചെറിയ കുഞ്ഞിരുന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാർ, അച്ഛനും അമ്മയും പാട്ടി താത്ത അവരുടെ എല്ലാമേ ജനിച്ചത് അവിടെ തന്നെ. അപ്പൊ ഞങ്ങൾ ഇതുവരെയ്ക്കും ഞങ്ങള് ആ പറമ്പിൽ ഞങ്ങള് ജീവനം ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മ AK ബാലൻ സാർ അവിടെ വന്നിട്ട് റോഡ് തന്നു, കറണ്ട് തന്നു, വീട് തന്നു, ഇത്ര സഹായങ്ങൾ ഞങ്ങൾക്ക് തന്നു. അവിടെ ഊറുണ്ട്, അവിടെ മക്കളുണ്ടെന്ന് സർക്കാരുടെ കാണിച്ചു കൊടുത്തത് നമ്മ AK ബാലൻ സാറാണ്. അപ്പൊ ഇപ്പൊ കുറെ തമിഴ്നാളികളൊക്കെ മുമ്പിലെ കാലത്ത് വരുന്നത് പോയവർ, അവർ അപ്പുറത്ത് പോയി അവരുടെ മക്കളും കുഞ്ഞുങ്ങളും വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ഭൂമി, ഞങ്ങളെ സ്ഥലം, നിങ്ങൾ വീട്ട് വിട്ട് ഇറങ്ങിക്കോ, കാട്ട് വിട്ട് ഇറങ്ങിക്കോ. ആരാണ് വന്ന് പറയുന്നത്? തമിഴ്നാടുകാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരാരെങ്കിലും വന്നോ? ആരും വന്നിട്ടില്ല. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളൂ ഇവിടെ സാർമാരുടെ വന്ന്. അപ്പൊ ഈ ഭൂമി അളക്കാൻ വന്നതാരാ? അളക്കാൻ വന്നത്, അളക്കാൻ ഇനി ആരും വന്നിട്ടില്ല. അളക്കാൻ വേണ്ടിയിട്ട് കല്ലെല്ലാം കൊണ്ടുവന്ന് പറമ്പിൽ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ സൈറ്റിൽ ഏറാൻ പാടില്ല. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് ഉത്തരവ് വന്നാൽ നിങ്ങൾ സ്ഥലം നിങ്ങൾക്കായ നിങ്ങൾ എടുക്കോ, ഞങ്ങൾക്ക് ആദിവാസിക്കായാലും ഞങ്ങൾ എടുക്കാം. അത് മുമ്പിൽ ആരും പറമ്പിലെ കയറാവണം ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ അവരെന്താ പറഞ്ഞു നിങ്ങളോട് അവസാനം? ഞങ്ങളെ ഭൂമി നിങ്ങളെ ഇറങ്ങിക്കോ.
നിങ്ങൾ വീട് വിട്ടു പോകണം വീട് എന്നാണ്. വിട്ട് പോകണം, ഇല്ലാണ്ട് JCB കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീടെല്ലാം പൊളിച്ചു തല്ലും. എത്ര കുടുംബങ്ങളുടെ വീട്? ഞങ്ങൾ അവിടെ ഒരു 3 കുടുംബം അവിടെ ഉണ്ട്. ആ ഊരിലുണ്ട്. അപ്പൊ ഒരു 60 കുടുംബം ഊരിലുണ്ട്. അത് അച്ഛന്റെ ഭൂമിയിലുണ്ട്. അതുക്കും ഇതുവരെയും പട്ടാ കിട്ടിയിട്ടില്ല. ഞങ്ങൾ മേടിക്കാനോ അറിയുന്നില്ല, എങ്ങനെ പോയി മേടിക്കാനോ എങ്ങനെ ചോദിക്കാനോ അറിയില്ല. അച്ഛനും അത് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇനി അത് ചോദിച്ചിട്ട് മേടിക്കണോ? നമുക്ക് ഊരിന്റെ പട്ടാവ് വേണോ? മക്കളെല്ലാം ജീവിക്കണുണ്ട്. ഇനി ഇരുക്ക കൊഞ്ചു കാലകൾക്കും അതുകൾക്ക് വേണില്ലേ? അങ്ങനെ ഞാൻ അച്ഛനോട് മുമ്പിൽ നിന്നിട്ട് ഞാൻ പോരാടുന്നുണ്ട്. അപ്പൊ വനാവകാശം അനുസരിച്ച് നിങ്ങൾക്ക് ഭൂമി തന്നില്ലേ? ഇല്ല ഇല്ല. രേഖകളിൽ നിങ്ങൾക്ക് ഭൂമി തന്നിട്ടുണ്ടല്ലോ. ഇല്ല അച്ഛാ. നിങ്ങളുടെ ഗ്രാമസഭ കൂടിയിട്ടുണ്ടോ ഇതുവരെ? ഊരിന്റെ അല്ലെ, ഊരിന്റെ ഗ്രാമസഭ കൂടിയാ? കൂടി. അതിലെന്ത് തീരുമാനം എടുത്തു? അതേ റോഡ് വേണോ, 100 പണി വേണോ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നു. പറമ്പിന്റെ സ്ഥലത്തില് എന്ത് വേണം, ആർക്ക് പട്ടാ വേണം, ആർക്ക് രസീത് വേണം, ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇതുവരെ എവിടെയൊക്കെ പരാതി കൊടുത്ത്? ഞങ്ങൾ ഇതുവരെ ഇവിടെ ചോദിച്ചിട്ടില്ല, എവിടെ വന്നിട്ടില്ല. ആദ്യം വന്ന് കേസ്. അല്ല, നിങ്ങൾ ഗവൺമെന്റ് വേറെ എവിടെങ്കിലും പരാതി കൊടുത്തോ? ഇല്ല. സുമാരേട്ടൻ ഇതിൽ ഇടപെടുന്നു എങ്ങനെയാണ്? ആദിവാസി ഭൂപ്രശ്നം പ്രത്യേകിച്ച് ഇപ്പൊ ഈ മൂലകങ്കൽ വെച്ചപ്പതി കാര്യങ്ങളിൽ അറിഞ്ഞ് ഇടപെടുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പം അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങളുമായി ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് കേസുമൊക്കെയായി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലാണ് മൂലകങ്കൽ കൂട്ടത്തോടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഭൂമി മുഴുവൻ കയ്യേറാൻ വേണ്ടി ആളുകൾ വരുന്നു, ഞങ്ങളുടെ വീട് പൊളിച്ചു കളയണമെന്ന് ഇപ്പോൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ള പോലെ മറ്റു ആദിവാസി ഭൂമികൾ വിഷയങ്ങളിൽ ഇടപെടുന്നത് പോലെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ കളക്ടർക്കും RDOക്കും DGPക്കും ഉൾപ്പെടെ പരാതി കൊടുത്തത്. പരാതി കൊടുക്കുകയും അതിനൊക്കെ ഹൈക്കോടതിയിൽ വരെ പോലീസ് സംരക്ഷണത്തിന് വേണ്ടി ഫയൽ ചെയ്യുകയുണ്ട്. ഹൈക്കോടതി പോലീസ് സംരക്ഷണം ഇവർക്ക് ഉറപ്പാക്കിയതിന് ശേഷം പോലും പോലീസും കൂടെ വന്നിട്ടാണ് ഈ ഭൂമാഫികൾ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പം കഴിഞ്ഞ 6-ാം തീയതിയും 8-ാം തീയതിയും അത് ആവർത്തിച്ചു. ഇപ്പം അപ്പോഴാണ് നമ്മൾ ചീഫ് ജസ്റ്റിനെ കാണാൻ വേണ്ടി, അല്ലാതെ വേറെ മാർഗമില്ല, ഈ കോടതി നിർദ്ദേശിച്ചാലും അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വൻ ഭൂമാഫിയ സംഘമാണ് അവിടെ. മൂലകങ്കിൽ ഭാഗത്ത് ഇവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ പട്ടയം നോക്കിയപ്പോൾ പട്ടയം വ്യാജമാണ്. ലാൻഡ് ഫോണിൽ തഹസിൽദാർ അല്ലാത്ത സേതു എന്ന് പറഞ്ഞ ഒരാളാണ് ആ പട്ടയത്തിൽ പോലും ഒപ്പിട്ടിരിക്കുന്നത്. ആദിവാസികൾക്ക് തന്ന പട്ടയോ അല്ല, മറ്റുള്ളവരിപ്പോൾ ഹാജരാക്കുകയും അവർ പോലീസിന് വേണ്ടി ഹാജരാക്കാൻ ഞങ്ങളുടെ ഭൂമി എന്ന് പറയുന്ന ഈ സനാതന ട്രസ്റ്റ് അവർ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഡോക്യുമെന്റ് അടിയാധാരം എന്ന് പറയുന്ന പട്ടയം പൂർണ്ണമായും വ്യാജമാണ്. ആ പട്ടയം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ ഭീഷണിപ്പെടുത്താനും മറ്റും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അവിടെ കല്ലിട്ട് ഭൂമി തിരിക്കുക, അങ്ങനെ അതിര് തിരിക്കുക? ഇപ്പോഴും മൂലകങ്കിൽ ഭാഗത്ത് അതിര് തിരിക്കാൻ വേണ്ടി കല്ലുകൊണ്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഇവർ തടഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ജീപ്പിൽ 3-4 വാഹനങ്ങളിൽ ഗുണ്ടകളമാതിരി ആളുകൾ വരികയും ഇവർ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്നത്. ഈ വീട്ടിൽ കയറി അവർ വരുമ്പോൾ പുറകെ പോലീസും വരുന്നുണ്ട്. പോലീസ് മാറി നിന്നതെല്ലാം ശ്രദ്ധിക്കാന്നല്ലാതെ ഇവർക്ക് വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പൊ സുമാരേട്ടനൊക്കെ പുറത്തുവിട്ട വിവരം അനുസരിച്ച് കേരളത്തിലെ 2 സിനിമാ നിർമ്മാതാക്കൾ ഈ ഭൂമി ഇടപാടിൽ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ 2 സിനിമാ നിർമ്മാതാക്കൾ വിളിച്ചപ്പം അവര് പറയുന്നത് അവരുടെ പേരിൽ 88 ഏക്കർ ഭൂമി അവിടെ ഉണ്ട്. അതിൽ വളരെ 10 ഏക്കറോ 12 ഏക്കറോ എങ്ങാണ്ട് ഇനി വിൽക്കാനുള്ളൂ, ബാക്കിയെല്ലാം മറിച്ച് വിറ്റ് കഴിഞ്ഞു. ഈ അവശേഷിക്കുന്ന ഭൂമിക്ക് കല്ലിടാനാണ് അവരെത്തിയതെന്നാണ്. ഈ സിനിമാ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ ഈ മോഹനൻ, സതീശ്ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുകൾ വന്നത് വെച്ചപ്പതിയിലാണ്. വെച്ചപ്പതിയിൽ വന്നിട്ട് അവര് ഈ വെച്ചപ്പതിയിൽ ഈ സിനിമാ നിർമ്മാതാക്കൾ വരുന്നതിന് മുൻപ് ജനാർദ്ദനൻ, ജ്യോതിമണി പോലെയുള്ള തമിഴ്നാട്ടിലെ മറ്റാളുകൾ വന്നിട്ട് ഭൂമി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇവർ വരുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ കോയമ്പത്തൂരിലെ വൻ ഭൂസംഘങ്ങൾക്ക്, ഭൂമി കച്ചവടക്കാർക്ക് ഈ ജനാർദ്ദനൻ, സിനിമാ നിർമ്മാതാക്കൾ ഈ ഭൂമി വിറ്റിരിക്കുന്നു. പക്ഷെ ഇവരാരും തന്നെ ഈ കാലങ്ങളിലോ ഇപ്പോഴോ ഭൂമിയിൽ വരുന്നില്ല. അവരുടെ ഭൂമി എവിടെയെന്ന് അവർക്ക് അറിയുന്നില്ല. ഡോക്യുമെന്റുകൾ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാക്കുകയാണ്. അതിൽ ഈ സിനിമാ നിർമ്മാതാക്കൾ പറയുന്ന ആ ഭൂമി തന്നെ 65/88 TLA കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ്. പിന്നെ തോട് പുറമ്പോക്ക് എന്ന് ഗവൺമെന്റ് രേഖപ്പെടുത്തിയ ഭൂമിയാണ്. ഇതെല്ലാം വില്ലേജ് രേഖകളിലുണ്ട്. എല്ലാ വില്ലേജ് രേഖകളിലുണ്ട്, താലൂക്കിലുണ്ട്, തഹസിൽദാർ ഓഫീസിൽ എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എല്ലാം ഉണ്ടെങ്കിലും ട്രൈബിന് അനുകൂലമായ ഈ കേസ് തീർപ്പാകുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമി വിറ്റ് കൈമാറി പോവുകയാണ്. ഈ ഒരേ ഭൂമിക്ക് ഇതിന് 5 ആധാരമാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ കൊടുക്കാൻ ഒരു ആധാരം, അതുപോലെ വേറെ കളക്ടറേറ്റിൽ കൊടുക്കാൻ അത്തരത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവര് 88ഓളം ഏക്കർ ഭൂമി അവർക്ക് ഉണ്ട് എന്നും ഈ ഭൂമി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഭൂമി എവിടാന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ കോളനി ഉൾപ്പെടുന്ന 150ഓളം ആദിവാസി കോളനിയുള്ള വെച്ചപ്പതി ഊര് ഉൾപ്പെടെ അവരുടെ ഭൂമിയാണെന്നാണ് പറയുന്നത്.
അവിടെ ഒരു വിശാലമായ പുരാതനമായ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം വരെ അവർ ഇടിച്ചു പൊളിച്ച് കളയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് അത്രത്തോളം ഉണ്ട് വെച്ചപ്പതിൽ. വെള്ളകുളം, മൂലഗംഗ, വെള്ളകുളത്ത് ഇതേപോലെ രൂക്ഷമാണ് വിഷയം. അവരുടെ ഭൂമികളെല്ലാം ഒരുത്തൻ വന്നിട്ട് ഒരു തുപ്പളത്തിലും എൻ്റെ ഭൂമിയാന്ന് പറയുകയും അതാണ് അതിന്റെ അങ്ങനെ വിഷയം. അത് വേറെ ചന്ദ്രേട്ടനാണല്ലോ ഈ സൊസൈറ്റികൾ അതല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഭൂമി കയ്യേറുന്നതായിട്ട് സൂചിപ്പിച്ചത്. അപ്പൊ എത്ര സൊസൈറ്റികൾ, എത്ര ചാരിറ്റബിൾ സൊസൈറ്റികൾ അവിടെ വന്നിട്ട് ഭൂമി കയ്യേറി എന്നുള്ള വിവരം ചന്ദ്രേട്ടനുണ്ട്? ഇപ്പോൾ 4 ചാരിറ്റബിൾ സൊസൈറ്റികളും അവിടെ വന്നിട്ട് കയറിയതായിട്ട് കാണുന്നുണ്ട്. ഈ ചാരിറ്റബിൾ സൊസൈറ്റികൾ അവിടെ ലാൻഡ് ചെയ്യുന്നു. അപ്പം പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളാണ്. ഇവരൊക്കെ അട്ടപ്പാടിയിൽ വരുന്നതായിട്ട് ഭൂമി വാങ്ങുന്നതായിട്ട് നേരത്തെ അറിഞ്ഞിരുന്നോ? ഇല്ല, നേരത്തെ അറിഞ്ഞിട്ടില്ല. ഈ ഇടക്കാലത്താണ് നമുക്കത് മനസ്സിലായത്. അതായത് ഡോക്യുമെന്റുകൾ ഇപ്പോഴല്ല പ്രസന്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഡോക്യുമെന്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. ഭൂമിയിലോട്ട് ആരും വരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഈ ഭൂമിയിലായിട്ട് ചിലർ എൻട്രി ആകുമ്പോഴാണ് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കുന്നതും അറിയുന്നത്. അല്ല, ചാലക്കുടി സനാതന ധർമ്മ ട്രസ്റ്റ്, അതേ കണക്ക് പാലാരിവട്ടത്തുള്ള വേറൊരു എന്താ നവനിർമ്മാൺ ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ട്രസ്റ്റുകൾ ഭൂമി കൈയടക്കി എന്നുള്ളത് ചില പരാതികൾ, ആദിവാസികൾ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ചില സൊസൈറ്റികൾ, ഇപ്പൊ കോട്ടത്തറ ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ പേരിൽ ഇതിനൊന്നും ഗവൺമെന്റ് അറിയാതെ പോവുകയാണോ? ഇത് ഗവൺമെന്റ് ഒന്നും അറിയുന്നില്ല. ഇത് കാരണം ഇതിനകത്ത് ഡോക്യുമെന്റ് കള്ള ഡോക്യുമെന്റുകൾ ആയതുകൊണ്ട് ഇത് ഗവൺമെന്റിന്റെ അടുത്ത് ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നില്ല. 1 or 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടാണ് അവരടുത്ത് ഗവൺമെന്റിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുമ്പോൾ ഈ കള്ള ഡോക്യുമെന്റും ഒറിജിനൽ ആയിട്ട് മാറും. നമ്മുടെ മൂന്നാറിലടക്കം വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയത് അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പീഹരൻ കണ്ടെത്തി. ഇപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടത്തെ രേഖകൾ പോലും നിവേദിത പീഹരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്തി റദ്ദ് ചെയ്യണമെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഈ ആദിവാസികളുടെ ഭൂമിക്ക് വ്യാജരേഖ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യാൻ സർക്കാരിന് കഴിയാത്തത്? സർക്കാർ ആദിവാസികളില്ല, രാഷ്ട്രീയ പാർട്ടികളിൽ ആദിവാസികളില്ല, നേതാക്കന്മാർ ആദിവാസികളല്ല. രാഷ്ട്രീയമായിട്ട് നമുക്ക് അതിനെ ചെറുത്ത് നിർത്താൻ കഴിയുന്നില്ല. ഒരു ആദിവാസികളുടെ അസംഘടിതമായ ആദിവാസികളുടെ തട്ടിയെടുക്കാൻ അവർക്ക് വിചാരിച്ചത് ഈസി ആയിട്ട് കഴിയും. 75 ആക്ടും വന്നു, 99 ആക്ടും വന്നു. ഇത് ആ സംവിധാനങ്ങളൊക്കെ നിലവിൽ ഉള്ളപ്പോഴാണല്ലോ കൂടെ വനാവകാശം വന്നു. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ആദിവാസിയുടെ ഭൂമി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗൂഢസംഘത്തിന്റെ രാഷ്ട്രീയമായ ഒരു സപ്പോർട്ട് കൂടി തന്നെയാണ് പോകുന്നത്. അല്ലെ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതേ കണക്ക് കൂട്ടമായി പോയി പരാതി നൽകിയില്ലേ? അന്ന് റവന്യൂ മന്ത്രി എന്ത് പറഞ്ഞു? ഞാൻ എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിൽ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷവും ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള സുമാരൻ വരെയൊക്കെ പോയിരുന്നു. അതും തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കണ്ടു, ചീഫ് സെക്രട്ടറിയെ കണ്ടു, റവന്യൂ മിനിസ്റ്ററെ കണ്ടു. എന്നിട്ടും മെമ്മോറണ്ടം കൊടുത്തു. ഇതും അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് വീട്ടിൽ പോയി കൊടുത്തതിൻ്റെ അന്ന് മന്ത്രി ഞങ്ങളുടെ പറഞ്ഞ കളക്ടറെ വിളിച്ച് ഇവരുടെ പരാതി ഇമ്മീഡിയറ്റായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ കളക്ടർ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയക്കുന്നതിന് പകരം കോഴിക്കോട് കളക്ടർക്കാണ് അയച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പരാതികൾ എവിടെയെങ്കിലൊക്കെ അയക്കുക. അപ്പോൾ ആദിവാസിയോടുള്ള സമീപനം ഇത്രയേ ഉള്ളൂ. ഈ ITDP വനാവകാശ നിയമം നടപ്പാക്കിയതിനു ശേഷം ഗ്രാമസഭകൾ കൂടുകയോ ഗ്രാമസഭകളുടെ അഭിപ്രായം കേൾക്കുകയോ ഗ്രാമസഭകൾക്കുള്ള അധികാരം നിങ്ങൾക്ക് തരികയോ അങ്ങനെ എന്തെങ്കിലും പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ടോ? ഗ്രാമസഭ ഒരു എന്താ പറയുക ഒന്ന് കൂടി അതിൻ്റെ കടമ തീർക്കുക എന്ന് മാത്രം മിനിറ്റ്സ് എഴുതുന്നു പോകുന്നു. അതിന് കൂടെ ഊരുസഭയുണ്ടാവും. ഊരുസഭ പ്രൊമോട്ടർ വീട്ടിലിരുന്ന് മിനിറ്റ്സ് എഴുതുന്നു, അത് ഒപ്പിടുന്നു, അത് പോകുന്നു. ഗ്രാമസഭ അത് തന്നെയാണ് ചെയ്യുന്നത്.
അതിൽ ഇത്ര കോറം തികയണമെന്നൊക്കെ ഉണ്ട്. അല്ല, പട്ടികവർഗ വകുപ്പ് ഒരു നിശ്ചിത എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ഗ്രാമസഭ കൂടാനും ഊരുസഭ കൂടാനും അനുവദിക്കുന്നുണ്ട്. അത് ITDPയിൽ എത്തുന്നുണ്ട്. നിങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഫുഡ് അല്ലെങ്കിൽ ചായ അങ്ങനെ എല്ലാം തരുന്നതിന് തന്നെ ഫണ്ടുണ്ട്. ആ ഫണ്ടെല്ലാം ചെലവഴിക്കുന്നുണ്ട്. ഇല്ല, ഗ്രാമസഭയിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തത് വീട്ടിൽ അറിയുന്നില്ല. അങ്ങനെ സംഭവങ്ങളേ ഇല്ല. അവര് ഇത് മിൻസ് എഴുതുന്നത് അറ്റൻഡൻസ് എഴുതുന്നതൊക്കെ ഒരു സ്വകാര്യമായിട്ട് കോറം തികയണമെന്നുണ്ടല്ലോ, അത് അവരെഴുതി ചേർക്കുന്നതാണ്. അവരെടുത്തുന്ന കള്ളൊപ്പാണ്. എല്ലാ ഗ്രാമസഭയിലും കള്ളൊപ്പുകളാണ്. അവർക്ക് ആവശ്യമായ ആവശ്യങ്ങൾ എഴുതിയിട്ട് ആ മിൻസ് ക്ലോസ് ചെയ്യാന്നല്ലാതെ ആദിവാസികളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു ഓഡിറ്റ് സംഘം ITDP ഓഫീസിൽ വന്നാൽ മിനിറ്റ്സ് നോക്കിയാൽ നിങ്ങളെല്ലാം ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗ്രാമസഭകളെല്ലാം 6 മാസത്തിന് അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ കൂടിയിട്ടുണ്ട്, നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ആദിവാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തലത്തിലെ ഒരു ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനെ നിങ്ങൾ ITDP ആ നിലയിൽ ഗ്രാമസഭ കൂടണമെന്നോ കൂടി തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുന്ന വിവരം നമുക്കറിയുന്നില്ല, അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അറിയുന്നില്ല. പ്രൊമോട്ടർമാർ വഴി അറിയിക്കണമെന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ കുറച്ചു കാലമായി ഇല്ല. നേരത്തെ കുറച്ചുണ്ടായിരുന്നു, അത് ഗ്രാജുവലി കമ്മിയായിട്ട് ഇപ്പോൾ 0-ൽ നിൽക്കുകയാണ്. നമ്മൾ 1975 നിയമം കേരള നിയമസഭയിലും സർക്കാരിന് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് കേരളത്തിൽ ആരെങ്കിലും സമരം ചെയ്തിട്ടല്ല, നല്ല തമ്പി തേരിയുടെ ഒരു ഹർജി കൊണ്ട് മാത്രമാണ്. കോടതി ഇടപെട്ടു. ഈ 6 മാസത്തിനുള്ളിൽ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 99 നിയമം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 99 നിയമം അന്നേരവും വരില്ല. ചട്ടം ഉണ്ടാക്കിയിട്ടും നടപ്പാക്കണമെന്ന് സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ ഒരു നിയമ പോരാട്ടത്തിന് 99-ന് ശേഷം കേരളത്തിലെ ആദിവാസികൾ രംഗത്ത് വന്നിട്ടില്ല, പ്രത്യേകിച്ചും അട്ടപ്പാടി. ഇതാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഒരുപക്ഷെ നീതി നിഷേധിക്കാൻ കാരണം. ആ നിലയിൽ അന്വേഷിച്ചിട്ടുണ്ടോ? അതിൽ ചെറിയ തിരുത്തുണ്ട്. 75 നിയമം നടപ്പിലാക്കാൻ വേണ്ടി അട്ടപ്പാടിയിൽ നിരന്തരം സമരമുണ്ടാക്കിയത് അവിടെയുള്ള ആദിവാസികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല സമരങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഞാനാണ്. അതിൽ വിത്തിൻ 1 ഇയറിൽ ഇത് നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി 88-ൽ ഉത്തരവും ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഫോളോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ ആ 75 ആക്ട് പിന്നീട് 99-ലേക്ക് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്ത്, ഏതായാലും അട്ടപ്പാടി തന്നെ 3000 സിസ്റ്റം ആപ്ലിക്കേഷൻ കൊടുത്തില്ല. അതിൽ കുറേ ആപ്ലിക്കേഷൻ എൻ്റെ പേരിൽ തന്നെയാണ്. ആ ആപ്ലിക്കേഷൻസ് ഷോർട്ട് ഔട്ട് ചെയ്തതിൽ ആകെ 987 എന്തോ വന്നോളും. പക്ഷെ ബാക്കിയുള്ളവരുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങൾ കാരണം ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ആയിരുന്നു. ആ പീരീഡിനുള്ളിൽ ഞങ്ങൾ നടന്ന്, കാരണം സാമ്പത്തികമൊന്നുമില്ല, യാത്രാ സൗകര്യങ്ങൾ വളരെ കമ്മിയായിരുന്നു. എന്നാലും ഞങ്ങൾ നടന്ന് കുറേ ഇത്രയും ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ നടന്ന് കളക്ട് ചെയ്തതാണ്. ബാക്കിയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 10,000-ൻ്റെ അടുത്തുള്ള ഭൂമിയിലേക്ക് മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. പക്ഷേ ഈ ആക്ട് ഇങ്ങനെ ഒരു അട്ടിമറിച്ചിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് 99-ൽ വന്നു. 99 കൊണ്ടും ഒരു പ്രയോജനമില്ല. ഒരുപാട് ഉത്തരവുകൾ വന്നു. അത് ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല. TLA കേസിൽ ഒരു ഉത്തരവ് പോലും നടപ്പിലാക്കിയിട്ടില്ല. അതൊരു സങ്കടമാണത് പറയുന്നത്. ഇത്രയും RDO ഉത്തരവ് കളക്ടർ അംഗീകരിച്ചത് ഹൈക്കോടതിയിൽ വന്ന് അപ്പീൽ കൊടുത്ത് അതും ഹൈക്കോടതിയും അംഗീകരിച്ച ആക്ടും ഉത്തരവുകൾ പോലും ഇവിടെ എക്സിക്യൂട്ടീവ് അല്ല, അവസാനം വന്നേക്കുന്നത് 2011 ഒരു സുപ്രീം കോടതി ഉത്തരവുണ്ട് രാംരാജിന്റെ കുടുംബത്തിന്റെ കേസിൽ. അതിൽ യാതൊരു തെളിവുമില്ല കൈവശം വെച്ചിരിക്കുന്ന ആളിന്റെ കയ്യിൽ. പക്ഷെ ആ ഉത്തരവ് പോലും അട്ടപ്പാടി ഉത്തരവ് നടപ്പിലാക്കിയിട്ടില്ല. അതല്ലാതെ ഈ ഉത്തരവുകൾ മറ്റേ RDO ഉത്തരവുകൾ, സുപ്രീം കോടതി ഉത്തരവുകൾ നടപ്പിലാക്കാത്തവർ മറ്റു ഉത്തരവുകൾ എങ്ങനെ നടപ്പിലാക്കും? അതിൽ ആ 75-ൽ തന്നെ പറയുന്ന കൊമേഴ്സ്യൽ ലാൻഡുകൾ ഇഷ്ടം പോലെയുണ്ട്. ഊരുകളൊക്കെ അങ്ങനെ നോക്കിയാൽ ഊരിനകത്ത് ഇരിക്കുന്ന കയ്യേറ്റങ്ങളൊക്കെ പുറത്താക്കണം. ഊരിനകത്ത് തന്നെ റിസോർട്ട്. അത് കൃഷിഭൂമിയല്ല,
അത് കൊമേഴ്സ്യലാണ്. അപ്പോൾ ഊരിനകത്തുള്ള ആരെങ്കിലും റൂമിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെയും പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല. കാരണം അവർ വോട്ട് ബാങ്കാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് ഭൂമി എടുത്ത് തന്നാൽ അവർക്ക് എന്തെങ്കിലും അട്ടിമറി ഉണ്ടാവുമെന്ന് പേടിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചയാണ്. ആ വീഴ്ച സർക്കാർ രാജിവെച്ച് പോകണമെന്നാണ് പറയുന്നത്. കാരണം നടപ്പിലാക്കാൻ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയാത്തൊരു സർക്കാർ പിന്നെന്തിനാണ്? ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്നില്ലേ? ഈ നിയമം മാത്രം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? വനാവകാശ നിയമപ്രകാരം അത് കൊടുത്ത ഭൂമികൾ ഇന്നുവരെ എടുത്തു കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? അപ്പോൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കുക, കടലാസിലാക്കുക എന്നല്ല കവിഞ്ഞ് അതൊരു എക്സിക്യൂട്ടീവ് ചെയ്യാൻ കഴിയാത്ത ഉത്തരവുകൾ ഉണ്ടാക്കിയ സർക്കാർ ഏറ്റവും വലിയ ചതിയാണ്. അവർ സർക്കാരിനെ ഭരണഘടന വിധേയമായി പിരിച്ചുവിടേണ്ട സമയം ഏതൊക്കെ സർക്കാരുണ്ടോ ആ സർക്കാരിനൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അമ്മയിലേക്ക് വന്നോ? അപ്പോൾ മൂലകങ്ങളിലേ താമസിക്കുന്നോ? மூலகங்களில் தாமசிக்காது. வில்லேஜே ஒரு தடவை வந்திருந்தது. 10-20 வருஷம் ஆயிருக்கும். 20 வருஷத்தில் போர் கொண்டு வந்தது. காட்டில் விட்டு போர் போடுக. அப்போ நம்ம போய் பயங்கர அவர் பிரச்சனை கச்சுடம் பண்ணி போரையே திருப்பி விட்டுட்டேன். திருப்பி விட்டதும் அது சார்மார்காய் இந்த நம்ம சர்க்கார்மார்க எல்லாம் ஒவ்வொரு ஏக்கரா இந்த ஆதிவாசிகளுக்கெல்லாம் கொடுக்குறேன்னு சொல்லி சோழருக்கு தக்க ஒவ்வொரு ஏக்கரை கொடுக்குறேன்னு எல்லாம் அது சொன்னதே சார். அப்புறம் அது யாருமே ஒரு ஏக்கரை கொடுத்ததும் இல்லை, அந்த ஒரு ஏக்கருக்கு போய் பணி செய்யாதும் இல்லை. இப்போ ஆരെങ്കിലും കുടിയിറക്കാൻ വന്നോ? இப்போதே அந்த கவுண்டமார் வந்துட்டு எங்களை பிரச்சனை பண்ணாதாச்சு. അവരെന്തോ പറഞ്ഞു? அவர் காடை விட்டு நீங்கள் எந்த காடு எந்த பூமி அந்த பட்டாயா ரசீதி எல்லாம் நாங்கள் ஆதரவாக வச்சிருக்கிறோமோ. അവരെ കയ്യിൽ പട്ടയുണ്ടെന്ന് പറയുന്ന? அவர் கையில் பட்டையா இன்னி போலியா பத்திரமோ இன்னி உண்மையான பத்திரமோ வச்சிருக்குது. அப்போ எங்களை முரட்டுக்குது. அதெல்லாம் நடக்காது, நீ எங்கே போய் கேஸை கொடு நம்மளு. இப்போ அதுதான் பிரச்சனைனால இப்போ இப்படி ஓடுங்க. போலீஸ் சோழர் போலீஸ் அவங்க கூட்டிட்டு வந்திருந்தாங்க. പോലീസുകാരെന്താ പറഞ്ഞു? போலீஸுக்கையும் போனோம் நாங்கள் இது பேர் 10 ஆளுக்கு போய் போலீஸுக்கு எந்த நீங்கள் அங்கே வந்துட்டு அவரோட சேர்ந்துட்டு வந்து பிரச்சனை உண்டாக்காது சாரே. പോലീസുകാരെന്താ പറഞ്ഞു? போலீஸாரு நீங்களும் அவருக்கு கோடுக்கு கேஸ் கொடுத்துட்டுண்டு, அவரும் கொடுத்துட்டுண்டு. அங்கே என்ன இது வருமோ அதை சோதிச்சுட்டு நீங்கள் வரா, அப்புறம் നമ്മൾ നോക്കിക്കോ. പോലീസ് വന്നു പോയതിനു ശേഷം പിന്നെന്താ നടന്നത്? போலீஸ் வந்து போயெல்லாம் இல்லை. அது பிரச்சனை இப்போ அதுதான் கோடதில் போயிட்டு வந்ததும் நீங்கள் வேலை பணி எடுங்க. பணி காட்டில் கிருஷி நாங்கள் செய்யும் சாரே. நீங்கள் வந்துட்டு ஏதாச்சும் கச்சோடம் பண்ணக்கூடாது. கவுண்டமார பேச்சை நம்பி இந்த பரகும்போது சார்மார் சொல்லுக்குது. நீங்களும் கேஸ் கொடுத்துட்டு அவரும் கேஸை கொடுத்துட்டு கோடதில் எந்த பறவை சோத்து வர்க்கம் வரல நீங்கள் பணி எடுக்கக்கூடாது, பேசாத இருவி. இனி பணி எடுக்கிறதுன்னு പറഞ്ഞா? பணி எடுக்க வேண்டுகா. இங்கே கேஸு என்ன முடிவு வரகும் அது முடிவு தெரியாதே எந்த பணி எடுக்க வேண்டு போலீஸ் பறஞ்சிருக்குது. சரி கோடதிலே போயிட்டு நாங்கள் வந்து அப்போ அதே சாரே நிமுக்கும் எனக்கும் சண்டை பயங்கர பிரச்சனை ஆகுந்திருக்கேன். பிரச்சனை ஆகுந்து സാർക്ക് ചൊല്ലിയിട്ട് വന്നിരിക്കും ഈശയാനിക്ക്. സുമാരായിട്ട് ഇപ്പൊ മൂലകങ്കി ചെന്നപ്പോ എന്താ അവസ്ഥ കണ്ടത്? മൂലകങ്കില് ഇവരുടെ ഭൂമി വീട് പൊളിച്ചു കളയാൻ ആളുകൾ വന്നിരിക്കുക. ആ രൂപത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തേണ്ടതിന് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ് ഒരു അവസ്ഥ. അപ്പൊ അവിടെ വേലി കെട്ടി ഫെൻസ് ചെയ്യുന്നു, അവർക്ക് പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. നിരന്തരമായ ഓരോ വണ്ടിയിൽ ആളുകൾ വരുന്നു ഉപദ്രവിക്കാൻ. ഇത് മലയാളികളുണ്ടോ? മലയാളികൾ ബ്രോക്കർമാരായിട്ടുള്ള ആളുകളുണ്ട്, തമിഴാളുകളാണ്. തമിഴാളുകൾ ഇന്ന് ഒരാൾ വന്ന നാളെ വേറെ ആളാ വരുന്നേ.
അല്ലാതെ സ്ഥിരമായ ഒരാളല്ല. ഇപ്പൊ നമ്മുടെ അവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. പാർട്ടികളാണ് ഇവരോട് വീടൊഴിഞ്ഞു പോകണമെന്ന് അവർക്ക് വേണ്ടി പറയുന്നത്. അത്രത്തോളം എത്തിയിട്ടുണ്ട്. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെടുന്നു? മുഖ്യമായും CPI പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ മൂലകെങ്കിൽ ആളുകളോട് അവർ നിങ്ങൾക്ക് 3 സെന്റ് ആധാരം തരും, നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കോ. ഇവരുടെ ഭൂമി അവരെടുത്തിരിക്കുകയാണ്, അവിടെ നിങ്ങൾ വീടൊഴിഞ്ഞു പോകണമെന്ന് അവരാണെന്ന് ഇവരോട് പറയുന്നത്. CPI നേതാക്കൾ. അപ്പൊ ബിനോയ് വിശ്വം ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നിട്ട് അട്ടപ്പാടിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് അട്ടപ്പാടിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ CPIയുടെ പാർട്ടി നേതാക്കന്മാരാണ് അട്ടപ്പാടിയിലെ വൻ ഭൂമാഫിയ സംഘങ്ങളായി മാറിയിരിക്കുന്നത്. അല്ല, CPI അങ്ങനെ നേതാക്കളുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഒരു നടപടി എടുത്തിട്ടില്ല. അവിടെ അട്ടപ്പാടിയിലെ പ്രബല പാർട്ടി CPI ആണോ? പ്രബല പാർട്ടി ആളുകൾ CPI എന്ന് വെച്ചാൽ അവിടുത്തെ മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ CPIമാരുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് CPI ആണ്. എല്ലാ പാർട്ടിയും CPM CPI ഈക്വൽ തന്നെയാണ്. പക്ഷേ CPI ആണ് ഈ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമികൾക്കെല്ലാം വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് വൻ ഭൂമാഫിയകളായി മാറിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ളതിൽ വലിയ പങ്കാളിത്തം അവർക്കുണ്ടായി. ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ച് വ്യാജ പട്ടയങ്ങൾ, വ്യാജ സർവേ രേഖകൾ, അതൊക്കെ അവരുണ്ടാക്കുന്ന ഇവരുടെ പണിയാണ്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ആദിവാസികൾക്ക് 99 പട്ടയം കൊടുത്ത ഭൂമി ഇന്ന് ആ ഭൂമി അളന്നു കൊടുത്തില്ല. ആ ഭൂമിക്കൊക്കെ വ്യാജരേഖ ഉണ്ടാക്കി ഇപ്പൊ കയ്യേറ്റം നടന്നു കഴിഞ്ഞു. അതെല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്ന CPIയുടെ പാർട്ടി നേതാക്കന്മാരാണ്. അല്ല, ഈ പട്ടയം കൊടുത്ത ഭൂമി എങ്ങനെയാണ് വീണ്ടും അവിടെ ഭൂമി JCB കൊണ്ട് ഇടിക്കുന്നു, നിരത്തുന്നു, ഉദ്യോഗസ്ഥർ വരുന്നു, CPI പാർട്ടി നേതാക്കന്മാർ പോകുന്നു, ഫ്ലോട്ട് ധരിച്ച് സ്കെച്ച് ഉണ്ടാക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു, വിൽപ്പന നടത്തുന്നു. തൊട്ടുള്ള 1275 സർവേ നമ്പറിൽ ആകെ 224 ഏക്കർ ഭൂമിയുള്ളൂ. അവിടെ നിന്ന് 600 ഏക്കറൊക്കെ ആധാരമാണ്. ഇപ്പോഴും അവിടെ കയ്യേറ്റം നടന്നു. KK രമ MLA സംഘത്തോടു കൂടി ഈ പ്രദേശം നേരിട്ട് സന്ദർശിച്ചതാണ്. നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ജില്ലാ കളക്ടർ RDOയും സദൻ സന്ദർശിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. ജില്ലാ കളക്ടർ RDO പ്രദേശത്തിന് വന്നിട്ടില്ല. റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ, താലൂക്ക് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആദിവാസി ഭൂമികൾക്ക് വ്യാജരേഖ ഉണ്ടായി കൊടുക്കുന്നത്. ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന വൻ തട്ടിപ്പാണ് അട്ടപ്പാടി നടക്കുന്നത്. അതുകൊണ്ടാണ് റവന്യൂ വകുപ്പ് മന്ത്രി CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് അട്ടപ്പാടിയെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. അത് പൂർണ്ണമായി ഇവരാണ്. അട്ടപ്പാടിയെ കുറിച്ച് ഭൂമാഫികളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞാൽ CPI ആളുണ്ടാവില്ല. മുഴുവൻ ആളുകളും ഈ മാഫിയകളാണ്. CPIക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇത് മന്ത്രിക്കും അറിയാം, വിനയ് വിശ്വനും അറിയാം. ഈ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആ നിലയിൽ എന്തെങ്കിലും ഫോളോ അപ്പ് വന്നിട്ടുണ്ടോ? ഇതുവരെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. മന്ത്രി പറഞ്ഞത് നേരിട്ട് പരാതിക്കാരോട് അന്വേഷിക്കണമെന്നും ജില്ലാ കളക്ടറോട് സ്ഥലം സന്ദർശിക്കണമെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത് ചിത്ര കളക്ടർ ആ പ്രദേശം ഇതുവരെ ആ കളക്ടറോ തുടർന്നുള്ള കളക്ടറോ പ്രദേശം സന്ദർശിച്ചിട്ടില്ല. അതായത് ചീഫ് സെക്രട്ടറി അവർ അന്വേഷണം നടത്തി പ്രശ്നമായി നിൽക്കുന്ന ഭൂപ്രദേശവും സർക്കാർ തന്നെ ആദിവാസികൾ പട്ടയം കൊടുത്ത ഭൂമിപ്രദേശവും കയ്യേറ്റം നടന്നു എന്ന് മന്ത്രി കളക്ടറോട് പറഞ്ഞിട്ട് കളക്ടറോ തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ ഇതുവരെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഈ TLA കേസിൽ ഇരിക്കുന്ന ഭൂമിക്ക് പവർ ഓഫ് അറ്റോർണി വാങ്ങി കുടിയിറക്കാൻ വരുന്നു എന്നുള്ള ഒരു സംഭവങ്ങൾ അവിടെ നിരന്തരം നടക്കുന്ന ഉണ്ട്. ഇപ്പൊ തന്നെയുള്ള 65 സർവേ നമ്പർ ബൂത്ത് വഴിയിലുള്ള ഭൂമി, ഇതൊക്കെ TLA കേസ് ആദിവാസികളുമായി വിധിയായതും TLA കേസ് നിലനിൽക്കുന്നതുമായ ഭൂമിയിലാണ്. ഇപ്പൊ വെച്ചപ്പതി നടക്കുന്നത് കൂടി TLA കേസുള്ള ഭൂമികളാണ്. TLA കേസ് നിലവിലുള്ള ഭൂമി വിൽപ്പന നടക്കാൻ കഴിയുന്നവിടെ ആധാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പൊ വെച്ചപ്പതിയിൽ നടക്കുന്ന പ്രശ്നം അതാണ്. TLA കേസ് നിലവിലുള്ള ഭൂമിയാണ്, വിൽപ്പന നടന്ന് ഇപ്പൊ പോലീസ് പ്രൊട്ടസ്റ്റോടുകൂടി അതിനകത്ത് കയറാനും പോലീസ് കൂടെ പോകുന്നു, വില്ലേജ് ഓഫീസർ പോകുന്നു. വില്ലേജ് ഓഫീസറാണ് TL കേസിന് നോട്ടീസ് ആദിവാസികൾ കൊടുക്കുന്നത്. അതേ വില്ലേജ് ഓഫീസറാണ് അതേ ഭൂമിക്ക് ഈ പോലീസുമായി ചെന്നിട്ട് ഈ ഭൂമിയെ മറ്റുള്ളവർക്ക് വേണ്ടി അളന്നു കൊടുക്കാൻ പോകുന്നത്. ഈ ഹൈക്കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് അനുകൂലമായ ഉത്തരവ് നേടുന്നത്? ഹൈക്കോടതി ഭൂമിയുടെ ഉടമകളുമായി കേസ് ഫയൽ ചെയ്യാറില്ല. താലൂക്ക് തഹസിൽദാർ ഭൂമി അളന്നു തന്നില്ല എന്ന് പറഞ്ഞ് ഫയൽ ചെയ്യും. അപ്പൊ കോർട്ട് ഓർഡർ എന്ന് പറഞ്ഞ് താലൂക്ക് തഹസിൽദാർ പോയിട്ട് ഭൂമി അളന്നു കൊടുക്കും. ആരുടെ ഭൂമി എന്ന് പോലും പരിശോധിക്കുന്നില്ല. അപ്പൊ ഈ തഹസിൽദാരും ഇവരും കൂടെ ഭൂമിയിൽ വരുമ്പോഴാണ് ആദിവാസികൾ അറിയുന്നത് അവരുടെ ഭൂമി എന്തോ പ്രശ്നം പറ്റിയിരുന്നത്. അപ്പോഴാണ് എതിർക്കുന്നത്. അപ്പൊ പോലീസ് അവർ കോർട്ട് ഓർഡർ ഉണ്ട്, നിങ്ങൾ കോടതിയിൽ പോയിക്കോന്നാ പറയുന്നത്. RDO കോടതിയിൽ സിറ്റിംഗിൽ കേസ് നിലനിൽക്കുന്ന ഭൂമിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ പോയിക്കോ. ആദിവാസിയെ സംബന്ധിച്ച് RDO കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ വീണ്ടും കോടതിയിൽ പോകുമെന്ന് പറയുന്നത്.
ഇതറിഞ്ഞാലും RBI കളക്ടർ നടപടി എടുക്കുന്നില്ല, വരുന്നില്ല. പോലീസ് പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഞങ്ങൾക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു സാങ്കേതികത്വം. ഹൈക്കോടതി ഉത്തരവല്ല, ഏത് കോടതി ഉത്തരവാണെങ്കിലും ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഏത് ഭൂമി എന്നുള്ള കാര്യം അവർ മറക്കുവാണ്. ഇതാണ് അവസ്ഥ. ഇത്തരത്തിൽ പോകുന്നു. ഭൂമിയുടെ ഉടമകൾ അറിയുന്നില്ല, താമസിക്കുന്ന ആളുകളെ കക്ഷിയല്ല. ഇത്തരത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന ഉത്തരവുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടുത്തെ റവന്യൂ വകുപ്പ് കൂട്ടു നിൽക്കുന്നു. ഇതിന് ഫുൾ പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന നിലയിൽ CPI നിൽക്കുന്നു, റവന്യൂ മന്ത്രി നിൽക്കുന്നു, അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി നിൽക്കുന്നു. സ്റ്റേറ്റ് സെക്രട്ടറിന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി അറിയുന്ന ആളാണ്. അട്ടപ്പാടിയെ പറ്റും ഭൂമി സംബന്ധിച്ചൊക്കെ അറിയുന്ന ആളാണ് ആ പാർട്ടി. പക്ഷെ അവർ ആ വിഷയത്തിൽ നിയന്ത്രിക്കുന്നില്ല. ചന്ദ്രേട്ട, ഇന്നിപ്പം ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ആവശ്യപ്പെട്ടിരിക്കുന്നത് 75-ലും 99-ലും ഉണ്ടായ ഉത്തരവുകൾ പാലിക്കപ്പെടണം, നിയമത്തിനനുസരിച്ച് പാലിക്കപ്പെടണം. അത്തരം ഭൂമികൾ ഇപ്പോൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയേണ്ടത് അത്യാവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ പൂർത്തിയാക്കാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ തണ്ടപ്പേര് അട്ടപ്പാടിയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ തണ്ടപ്പേര് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ആദിവാസികൾക്ക് അല്ലാത്തവർക്കാണ് തണ്ടപ്പേര് കൊടുക്കുന്നത്. അത് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഈ ഡിജിറ്റൽ സർവേ നടത്തി ഇത് പരിഹരിക്കാമെന്ന് CPI നേതൃത്വം പറയുകയും ഇത് CPIയുടെ നേതാക്കൾ തന്നെ മന്ത്രിയോട് പറയുകയും എത്രയും പെട്ടെന്ന് ഡിജിറ്റൽ സർവേ നടത്താൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? സർവേ നടത്തുന്നതിന് അത് അവരുടെ കള്ള റെക്കോർഡുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ CPIക്കാർ വാങ്ങിയ ഭൂമികൾ നിരവധിയുണ്ട്. അൺസർവേ ഭൂമികൾ, ആദിവാസിയുടെ കയ്യിലിരിക്കുന്ന ഭൂമി, അൺസർവേ ഭൂമികൾ നിരവധി ഭൂമിയാണ്. അതെല്ലാം അവർ കൈക്കലാക്കി കഴിഞ്ഞു. അത് സർവേ നടത്തി രേഖയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആദിവാസിയുടെ ഭൂമിയുടെ പ്രശ്നം ഒരിക്കൽ പരിഹരിക്കപ്പെടുന്നില്ല. ആദിവാസി ഭൂമി കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏരിയയിൽ കൂടെ ഡിജിറ്റൽ സർവേ, അതും ഗവൺമെൻറ്റല്ല ചെയ്യുന്നത്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ല, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷനോടുകൂടി സ്വകാര്യ ഏജൻസികളാണ്, സ്വകാര്യ സർവേയർമാരാണ്, പ്രൈവറ്റ് സർവേയർമാരാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്തു കൊടുത്താൽ ഇവർ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ കള്ള റെക്കോർഡുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിപ്പോൾ കോട്ടത്തറ വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ കള്ളറുകൾ വരാനും പോകുന്നത്. കോട്ടത്തറയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സർവേ കൊണ്ട് നമുക്ക് ആദിവാസികൾ ഗുണകരമല്ല. ആദിവാസി ഭൂമിയിലെ സർവേ തീർത്ത ശേഷം മാത്രമേ മറ്റ് ആൾക്കാരുടെ സർവേ ചെയ്യാവൂ, അല്ലെങ്കിൽ ആദിവാസിയുടെ ഭൂമി നഷ്ടപ്പെടും. അത് തീർച്ചയായും. ഇപ്പോൾ ആദിവാസി ഭൂമി അന്യാധീനപ്പെടാനായിരിക്കും ഈ സർവേ സഹായിക്കുക എന്നാണ് ചന്ദ്രേട്ടൻ പറയുന്നത്. അതിന് ഉദാഹരണം കള്ളമ്മലിൽ സർവേ ചെയ്തു, റീസർവേ ചെയ്തു, വില്ലേജ് സർവേ ചെയ്തു. അതിൽ ആദിവാസികൾക്ക് ഭൂമി കിട്ടിയില്ല, ഭൂമിയില്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേർക്കേ ഭൂമിയുള്ളൂ, ബാക്കിയുള്ള ഭൂമി കാണാനില്ല. മറ്റേ വ്യാജരേഖ ഉണ്ടാക്കിയവർക്കെല്ലാം ഒറിജിനൽ നികുതി രസീത് കിട്ടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ആ ഒരു സർവേയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം അട്ടപ്പാടിയിൽ സർവേ ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഭൂമാഫിയയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കള്ള പ്രമാണങ്ങൾ വിളിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. ഇക്കാര്യം ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അത് കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടതി എന്താണ് ആദിവാസികളോട് പറഞ്ഞിരിക്കുന്നത്? ഉറപ്പെന്താണ്? അടിയന്തരമായിട്ട് ഇതിനകത്തൊരു എൻക്വയറി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് തരം അന്വേഷണം? അവിടെ വന്ന് പ്രാദേശികമായ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ അവിടെ വന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ ഈ നിലവിലുള്ള റവന്യൂ വിജിലൻസിന്റെയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെയും ഉപരിയായി ഒരു അന്വേഷണം നടത്താനുള്ള, നേരിട്ടൊരു അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോടതി പാലക്കാട് അവിടുത്തെ ജില്ലാ ജഡ്ജി മുഖേന ആക്കിക്കൊണ്ട് ചെയ്യാമെന്നാണ് കോടതി. അതും ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റിലേക്ക് ആവശ്യമായ നിർദ്ദേശം കോടതി കൊടുക്കാനുള്ള, ആദിവാസികളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം. മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഏതായാലും ഒന്ന് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനിയും കുടിയിറക്കൽ നേരിട്ട് എന്ത് ചെയ്യും? മൂലകങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ, ആദിവാസികൾ വളരെ എണ്ണം കുറവാണ്. എന്ത് ചെയ്യാൻ പറ്റും? മൂലാൽ സാറേ എന്ത് പറയുന്നത്,
வில்லேஜ் வந்து பைசா கவுண்டர்மார்கிட்ட வாங்கி அவருக்கு ரசீது பட்டாயை விட்டு கொடுக்காது. நம்ம ஆதிவாசியே பைசா எடுத்து அவனுக்கு கொடுக்கும் வில்லேஜ். பைசா மில்லு ஆதிவாசிக்கு பட்டாயா மில்லு ரசீதும் மில்லு. கவுண்டர்மார்க்கு ரசீது பட்டாயா. அப்ப அவன் பைசா கொடுத்துட்டாலும் அவன் கொடுக்குது. அப்ப அவன் வந்து நான் ஆதாரம் வச்சிருக்கிறேன், ரசீது வச்சிருக்கிறேன், எந்த பூமி പോയിക്കോളി. ഞങ്ങൾ എങ്ങനെ പോകും? പോയിക്കോളാടി അങ്ങനെ ഞങ്ങൾ പരിഗാവും. ഊരിലെ ആദിവാസികളെല്ലാം ഒന്നിച്ച് നിൽക്കുവോ? ഒന്നിച്ച് നിക്കല് കേട്ടോ. അവർ പൈസ കൊടുത്ത് അവർ ചെടി തെളുത്ത അവർക്ക് പൈസ കൊടുത്ത് തന്നെ ആ കൗണ്ടന്മാർ വെച്ചാൽ പോകും. നമ്മൾ കൃഷി ചെയ്ത ആളുകൾ തന്നെ കുറെ ആള് നമ്മൾ തന്നെ ഇപ്പൊ അതൊക്കെ പ്രശ്നം ഉണ്ടാക്കാതെ അവരുടെ കച്ചവടം മണങ്ങാതെ. അപ്പം ഗ്രാമസഭ കൂടുവോ നിങ്ങള്? ഗ്രാമസഭ കൂടിന ഗ്രാമസഭ അതെല്ലാം എന്ത് പിറകാതില്ല. ഗ്രാമസഭ എന്നത് പറയും சும்மா வந்துட்டாங்கன்னு சொல்லி ஒப்பே வாங்கி ஊர் கிராம சபுக அப்படின்ட்டு ஒரு காப்பி കൂടിയാ വെച്ച് കൂട്ടാது. അപ്പൊ ഇനിയും കുടിയിറക്കാൻ വന്നാൽ എന്ത് ചെയ്യുക? ഞങ്ങൾ എന്ത് ചെയ്യുന്നത് സർക്കാർ തീരുമാനിക്കണം. ഞങ്ങളെ ഇറങ്ങിപ്പോകണം, അവിടെ ജീവിക്കണം, സർക്കാർ തിരിക്കണം. ചന്ദ്രേട്ടാ, ഇത് നേരത്തെ നേരിട്ട ഒരു പ്രതിസന്ധി അല്ല ഇപ്പം നേരിടുന്നത്. ഒന്ന്, അവരുടെ ഈ വ്യാജ പ്രമാണം ഉണ്ട്, അത് വെച്ചിട്ട് അവർ നികുതി അടച്ചിട്ട് വരുന്നു. അപ്പം നിയമപരമായി അവരുടെ പരിരക്ഷ ഒരുക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ മാത്രമല്ല, ആ മേഖല അട്ടപ്പാടിയുടെ ടൂറിസത്തിന്റെ വൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ഒരുപാട് പേര് മൂലധനം ഇറക്കാൻ സന്നദ്ധരാണ് അവിടെ. അപ്പോൾ സർക്കാരിന്റെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി ആ മേഖല വേണമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ എന്തായിരിക്കും അട്ടപ്പാടിക്ക് ഉണ്ടാവുക? ഇന്ന് ചീഫ് ജസ്റ്റിസ് അന്വേഷിച്ചത് ആ ഒരു ഭാഗമാണ്. ഇവിടെ ടൂറിസത്തിന്റെ സാധ്യത എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ് ഈ ലാൻഡിൻ്റെ പ്രശ്നവും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഈ മേഖലയിൽ വനാവകാശ നിയമപ്രകാരമുള്ള ഒരു ഓർഡർ കളക്ടർ DFO ITDP ഓഫീസർമാരെ ഒപ്പിട്ട ഒരു രേഖയുണ്ടല്ലോ. ആ രേഖ പ്രകാരം ആവാസ മേഖലയ്ക്ക് ഒരു കോട്ടം തട്ടാത്ത വിധത്തിൽ വേണം അവിടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവിടെ സെറ്റിലേഴ്സിനെ ആർക്കും പുതിയതായി വരുന്ന ഒരു സെറ്റിലേഴ്സിനെ അവിടെ പ്രവേശിക്കാൻ ആ ഉത്തരവ് പ്രകാരം കഴിയില്ല. വനാവകാശ നിയമവും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നടപടിക്രമങ്ങൾ തെറ്റാണ് എന്ന് നമ്മൾ സർക്കാരിനെയും ഹൈക്കോടതിയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആദിവാസികൾക്ക് പ്രശ്നമുണ്ടാകും, അതിൻ്റെതായ ദുരന്തം വേറെ ഉണ്ടാവും. അത് നമ്മളിപ്പോൾ പറയാൻ കഴിയില്ല, പക്ഷെ ഉണ്ടാകാൻ അവിടെ നിന്നും ആ മണ്ണ് വിട്ട് ആ മണ്ണിൽ മരിക്കേണ്ടവർ അവിടം വിട്ട് പോകില്ല. ബലമായി കുടിയിറക്കാൻ ചിലപ്പോൾ പോലീസിനെ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ എടുത്ത് പറയേണ്ടതില്ല, അത് ഉണ്ടാവും. അത് അവസാന നിമിഷത്തിൽ അതൊക്കെ സംഭവിക്കാനിടയുണ്ട്. നമ്മളത് എടുത്ത് പറയാൻ കഴിയില്ല, സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ അടിയന്തരമായി നിയന്ത്രിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന് വീഴ്ച പറ്റുന്ന പക്ഷം അത് സർക്കാരിന് തന്നെ ദോഷമായിട്ട്. മൂന്നാറിൽ വ്യാജരേഖ ഉണ്ടാക്കുമ്പോൾ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും തമ്മിൽ തർക്കം ഉണ്ടാവും. ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല എന്നതാണ് നമുക്ക് ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ കുടിയേറ്റക്കാരാണ്. അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസം എന്നോ ഒന്നുമില്ല. ഈ ഭൂമി പ്രശ്നം വരുമ്പോൾ ആദിവാസിയും വന്തവാസിയും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരും. അത് തമിഴന്മാർക്ക് അവിടെ തമിഴ്നാടും, ഇപ്പുറത്തുള്ളവർ ക്രിസ്ത്യൻ സമുദായത്തിന് മിഷണറീസും മറ്റ് സഭകളൊക്കെ വന്ന് ചേരും. ഇതാണ് ഇപ്പോൾ അവിടെ മുമ്പ് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷെ നമുക്ക് ഒരു കാര്യം നോക്കിയാൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാരായ ആളുകളിൽ ഒരു ചെറിയ ന്യൂനപക്ഷമല്ലേ ഇതിന്റെ ഭാഗമാകുന്നുള്ളൂ. ഇപ്പം ഈ ഭൂമി കൈയടക്കുന്നതെന്ന് പറയുന്ന അവിടെ കുടിയേറി പാർത്ത ആളുകളല്ല. ഉദാഹരണത്തിന് തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് വന്ന് ഭൂമി മറിച്ച് വിൽക്കുന്ന ഒരു മാഫിയ സംഘമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അട്ടപ്പാടിക്കാരുടെ സഹായം ഉണ്ടാകാം,
അട്ടപ്പാടിയിൽ 600 ബ്രോക്കർമാരാണ് ഇപ്പോൾ പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഭൂമി വിൽക്കാനും വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ അവരുടെ മുഖാന്തരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരുടെ പണി അവിടെ, ഊർജം അവിടെ അട്ടപ്പാടി. വലിയൊരു സംഘം ആധാര എഴുത്തുകാരും ഉണ്ടോ? ആധാര എഴുത്തുകാർ കമ്മിയാണ്, ബ്രോക്കർമാർ കൂടുതലാണ്. പക്ഷെ ആധാര എഴുത്തുകാർ രാത്രിയും പകലും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വ്യാജ ആധാരത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിരോധം ദുർബലമായത് കൊണ്ടാണ് ഇവർ ഇത്രയും പ്രവർത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും. കാരണം ആദിവാസികൾ സംഘടിതമല്ല. അത് ചെറിയൊരു ഗ്രൂപ്പുകളാക്കി പല രാഷ്ട്രീയക്കാരും അവരുടെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ട്. അത് എങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അവർ ചിലപ്പോൾ നല്ല രീതിയിൽ അവർ എക്സ്പോസ് ചെയ്യും പിന്നീട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ്. ഇപ്പം ഗ്രാമസഭകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം വനാവകാശം അനുസരിച്ച് വിതരണം ചെയ്ത ഭൂമിയുടെ എല്ലാ അധികാരവും ഗ്രാമസഭയുടെ അധികാരം എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. അതാണ് അവിടെ അവസ്ഥ. ഗ്രാമസഭയെക്കുറിച്ചോ ഊരുസഭയെക്കുറിച്ചോ അങ്ങനെ ചർച്ചകൾ ഇവിടെ വരാറില്ല. ഇതെല്ലാം ഈ ഗ്രാമസഭകളും ഊരുകൂട്ടങ്ങളും കൂടിയാലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന റവന്യൂ വകുപ്പ്, കളക്ടർ, RDO പോലെയുള്ള ആളുകൾ ഇതിൽ നിഷ്ക്രിയരായി നിൽക്കുമ്പോൾ ഈ ഗ്രാമസഭകൾക്ക് തീരുമാനങ്ങൾ ആര് നടപ്പിലാക്കും? അതല്ല, ഗ്രാമസഭ ഇത് നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥര് ഗ്രാമസഭയുടെ തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യതയുള്ള ആളുകൾ മാത്രമാണ്, അല്ലെ ഉദ്യോഗസ്ഥരുടെ അല്ല നിയമം. അത് വനാവകാശ നിയമം മറ്റ് പല സംസ്ഥാനങ്ങളിലും മോഡലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിസമ്പന്നരായി ആദിവാസികൾ ജീവിക്കുന്നുണ്ട്. കാരണം വനവിഭവങ്ങളുടെ അവകാശം ആദിവാസികൾക്ക് വിട്ടുകൊടുക്കുന്നതോടുകൂടി മാറിയിട്ടുണ്ട്. അവിടെ വനവിഭവങ്ങളാണ്, ഇവിടെ ഭൂമിയാണ് പ്രശ്നം. ആദിവാസികളുടെ ഭൂമികൾ ഈ വനാവകാശ പ്രത്യേക ഷെഡ്യൂൾഡ് ഏരിയയിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ അക്രമം മുഴുവൻ നടക്കുന്നത്. അത് തന്നെ, അത് നിയമപരമായി ആദിവാസികൾക്ക് ഗ്രാമസഭ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് അട്ടപ്പാടിയിൽ ആദിവാസികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും വനാവകാശ നിയമം എന്താണെന്ന് അട്ടപ്പാടിക്കാർക്ക് അറിയില്ല, അതിൻ്റെ സാധ്യതകൾ അറിയില്ല, ഗ്രാമസഭയുടെ ശക്തി അറിയില്ല. ഇപ്പൊ ഗ്രാമസഭ ഒറീസയിൽ ഖനന കമ്പനി വരുമ്പം ഗ്രാമസഭ കൂടി ഖനനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കേണ്ടി വരുന്നു. വനാവകാശ ഭൂമിയിൽ എല്ലാ അധികാരങ്ങളും ഗ്രാമസഭയിലേക്ക് വരികയാണ്. കളക്ടർക്ക് പോലും ഇല്ല. ഗ്രാമസഭ എടുക്കുന്ന തീരുമാനം നടപ്പാക്കേണ്ടതാണ് കളക്ടർ. ഇത് കളക്ടറെ ബോധ്യപ്പെടുത്താൻ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് കഴിയണം. ഗ്രാമസഭ എന്തെന്ന് ആദിവാസികളെ അറിയിക്കുകയാണ് ആ നിലയിൽ ചെയ്യേണ്ടത് അട്ടപ്പാടി. കലക്ടർ മനസ്സിലായാലും ബോധ്യപ്പെടുത്തി അല്ല ചെയ്യണം. കലക്ടർ മനസ്സിലായും ബോധ്യപ്പെട്ടാലും ഈ കലക്ടർ ഇതിനെതിരെ വനാവകാശ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ടാണ് അട്ടപ്പാടിയെ സംബന്ധിച്ച്. ഇപ്പൊ വെള്ളകുളം അവിടെ കമ്മ്യൂണിറ്റി ഗ്രൗണ്ട് വനാവകാശ നിയമത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ അതിന് നിർമ്മിതി 50 ലക്ഷം രൂപയ്ക്ക് ഗ്രൗണ്ട് നിർമ്മാണം ഏൽപ്പിച്ചു. ആ ഭൂമിയാണ് ഇപ്പോൾ മറ്റൊരാൾ വന്നിട്ട് വേലി കെട്ടി കയ്യേറിയത്. അതിനെതിരെ പരാതി കൊടുത്തപ്പോൾ പരാതി കൊടുത്ത അവിടുത്തെ മുൻ ബ്ലോക്ക് മെമ്പർക്കെതിരെയാണ് കേസെടുക്കുന്നത്. അപ്പം ഇവര് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അതോറിറ്റി ഇൻവോൾവ് ആയിട്ട് പോലും ആ കാര്യത്തിൽ പോലും ഒരു റിപ്പോർട്ട് എഴുതാനോ അവർക്കെതിരെ ഒരു കേസെടുക്കാനോ തയ്യാറാവുന്നില്ല. അത് നമ്മൾ കളക്ടറോട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ചെയ്തു. വനാവകാശ നിയമത്തിൽ പറയുന്ന ഭൂമിയിൽ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഭാഗമായി ഗ്രൗണ്ട് നിർമ്മിക്കുമ്പോൾ അതിനെതിർക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഇത് ഗ്രൗണ്ടാണെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ആ ഭൂമി വേറെ കയ്യേറുമ്പോൾ നോക്കി നിൽക്കുകയാണ് കളക്ടർമാർ ജോലി ചെയ്യുന്നത്. അത് വനാവകാശത്തിൽപ്പെട്ട ഭൂമിയാണ്, വനാവകാശത്തിന്റെ ഓർഡറുള്ള ഭൂമിയാണ്. അത് അവർക്കറിയാം. ഞങ്ങൾ ബോധ്യപ്പെടുത്തി, ഐക്യഡി പ്രൊജക്ട് ഓഫീസറെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് പോലും കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന അതോറിറ്റി ഉൾപ്പെടെ ഈ വൻ ഭൂ മാഫിയ സംഘമായിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഈ വനാവകാശം വരുമ്പം വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, ഈ 3 വകുപ്പുകളുടെയും സംയുക്ത യോഗമാണ് ഇതെല്ലാം തീരുമാനമെടുക്കുന്നത്. ആ 3 വകുപ്പുകൾക്കും തത്തുല്യമായ അവകാശം അല്ലെങ്കിൽ നടപ്പാക്കലിൽ ബാധ്യതയുണ്ട്. പട്ടികവർഗ വകുപ്പ് എന്തുകൊണ്ടാണ് അവിടെ ITDP വളരെ നിഷ്ക്രിയമായി നിൽക്കുന്നത്? അത് ചോദിച്ചിട്ടില്ല. ഇതില് പട്ടികവർഗ വകുപ്പ് മാത്രമല്ല, വനം വകുപ്പും പട്ടികവർഗ വകുപ്പ്, റവന്യൂ വകുപ്പും നിഷ്ക്രിയരാണ്. ഞാനീ പറഞ്ഞ ഇതൊരു വളരെ ഇതായിട്ടുള്ളതാ. 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന തീരുമാനിച്ച് എഗ്രിമെന്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഭൂമി മറ്റവന് വേലി കെട്ടാൻ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പൊ ഇത് 3 ഡിപ്പാർട്ട്മെന്റ് നിഷ്ക്രിയാണ്. ഇവരെല്ലാം റവന്യൂ വൻ പിന്നെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇതൊക്കെ കണ്ണടക്കിയാണ്. അതിന്റെ മുമ്പിൽ ആദിവാസികൾ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ട് ഇവരുടെ മുന്നിൽ എന്നും ഈ പരാതി കൊടുക്കുന്ന വെറും പരാതി കൊടുക്കുന്ന ഒരു യന്ത്രമായി മാറുന്ന സ്ഥിതിയാണുള്ളത്. പരാതി എത്ര കൊടുത്താലും നടപടിയില്ല. ചീഫ് സെക്രട്ടറി ലെവൽ കണ്ടെത്തിയ ഭൂമിയെ സംബന്ധിച്ച് അന്വേഷണം അഴിമതി കണ്ടെത്തിയിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. 10 വർഷം കഴിയും. ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ, ഒരു പ്രശ്നത്തിൽ പോലും ഇവർ ഇല്ല. അത് ഇപ്പൊ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് അട്ടപ്പാടിയുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് കണ്ട് ഇതിൽ കോടതി ഇടപെടണം, കോടതി സഹായിക്കണമെന്ന് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി ഇന്ന് വന്ന് നേരിട്ട് കാണാനും കഴിഞ്ഞു, പറയാനും കഴിയും. അവർ അതിന് വേണ്ടി ഗവൺമെന്റ് ആക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ആക്ഷനുപരി പ്രദേശത്ത് പിന്നെ പ്രത്യേക ആളുകളെ വിട്ട് എൻക്വയറി നടത്തി റിപ്പോർട്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് ഇത്തരമുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കാമെന്ന് തന്നെയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനോട് നിർദ്ദേശം കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷെ ഇടപെടാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നത്. ഈ നഞ്ചിയമ്മയുടെ കേസിൽ എന്താ സംഭവിച്ചത്? ഇപ്പോ പിന്നെ നഞ്ചിയമ്മയുടെ കേസ് 87 മുതലുള്ള കുടുംബ ഭൂമിയുമായി കേസാണ്. ആ ഭൂമിക്ക് TLA കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇതേ ഭൂമിക്ക് നികുതി അടച്ചു കൊടുത്തു മറ്റാളുകൾക്ക്, ഒന്നും അറിയാത്ത ആളുകൾക്ക്. അവരെന്ത് ചെയ്തു? നഞ്ചിയമ്മയുടെ അല്ല കേസ് ഫയൽ ചെയ്യുന്നത്, വേറെ ആളുകളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യുന്നു ഹൈക്കോടതി, ഈ ഭൂമി ഉണ്ടാക്കിയവർ. എന്നിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ മേടിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നഞ്ചിയമ്മയ്ക്ക് കോടതിയിൽ ഇടപെട്ടത് കൊണ്ടാണ്. അല്ല, നഞ്ചിയമ്മയുടെ കേസില് പ്രമാണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് വ്യാജ പ്രമാണം ഉണ്ടാക്കാൻ കഴിയുന്നത്? വ്യാജ നികുതി റെസീറ്റ് ഉണ്ടാക്കി വ്യാജ പിന്നെ കോടതിയിൽ പോകുന്നു. അവര് കോടതിയിൽ പോയിട്ട് വ്യാജരേഖ ഹാജരാക്കുന്നു. അപ്പൊ പോലീസ് എക്സ്പെർട്ട് വിധിയാക്കുന്നു. അതായത് മൂന്നാമതൊരാൾക്ക് കേസ് ഫയൽ ചെയ്യുമ്പോൾ അയാൾക്ക് ഭൂമിയുമായി ബന്ധമില്ല, അയാൾ കോടതിയിൽ ഹാജരാകുന്നില്ല. അപ്പൊ എക്സെപ്റ്റ് വിധി ഉണ്ടാക്കി നഞ്ചിയമ്മയുടെ കുടുംബ ഭൂമിക്ക് വേറൊരാളിൽ നിന്നും ആധാരം ഉണ്ടാക്കി ഭൂമി പ്രവേശിക്കാൻ. അല്ല, നഞ്ചിയമ്മയും കന്തസ്വാമിയും തമ്മിലായിരുന്നുവല്ലേ കേസ്, TLA കേസ്? അതെ, TLA കേസ് നിലനിൽക്കുന്ന ഭൂമിക്ക് കന്തസ്വാമിയോ മറ്റോ അറിയാതെ അല്ലെങ്കിൽ നെഞ്ചിയം അറിയാതെ വേറെ മാരിമുത്തു എന്ന് പറഞ്ഞ ആളിൽ നിന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. മാരിമുത്തു പിന്നെ കോടതിയിൽ പോകുന്നില്ല, എക്സ്പെർട്ട് വിധി ഉണ്ടാക്കാൻ ഫയൽ ചെയ്യുന്നു. അങ്ങനെ ഉത്തരവുണ്ടാക്കുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കാൻ RBO മുനിസിപ്പൽ കോടതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു ഭൂമി. അപ്പോൾ എന്നിട്ട് ഭൂമിയിൽ വരുമ്പോഴാണ് നെഞ്ചിയം അറിയുന്നത്. നമ്മുടെ മൂലയെങ്കിലുള്ള സ്വദേശികളായ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന നമ്മുടെ 2 അമ്മമാരും ഒപ്പം ചന്ദ്രേട്ടനും, അട്ടപ്പാടിയിൽ ദീർഘകാലമായി ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രേട്ടനും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനായ അട്ടപ്പാടി സുകുമാരൻ ചേട്ടനും നമ്മളോട് പറഞ്ഞത് അട്ടപ്പാടിയിലെ ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയമായ അവസ്ഥയാണ്. നിയമങ്ങളെല്ലാം ആദിവാസികൾക്ക് അനുകൂലമാണ്, പക്ഷെ അത് നടപ്പിലാക്കാൻ ഭരണകൂട സംവിധാനം കാര്യക്ഷമമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് നീതിപീഠത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് ആദിവാസികൾക്ക്. നീതിപീഠത്തിൽ നിന്നും അവർക്ക് നീതി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അവസാന ആശ്രയമാണ് അവർക്ക്. ഭരണഘടനാപരമായി ആദിവാസികൾക്ക് നൽകിയിരിക്കുന്ന അവകാശം മാത്രമാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ ചോദിക്കുന്നത്. അത് ഇനിയും ലംഘിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ആദിവാസികൾ ആ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. അതിന് പുരോഗമന കേരളം മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇടതുപക്ഷ കേരളം, ഇടതുപക്ഷ പുരോഗമന കേരളമാണ് ആദിവാസികളെ തുടച്ചു നീക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവരുടെ സംസാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചർച്ച, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മോട് പറയുന്നത്. തീർച്ചയായും നീതിപീഠം ഇതിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.